ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനി അസൈൻമെൻറ്റിൽ ഫസ്റ്റ് കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വൗച്ചേഴ്സിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒപ്പം തന്നെ വൗച്ചറും എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻസ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട്സ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഡേ ബുക്ക്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത്രയും റിപ്പോർട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഡേ ബുക്ക് നോക്കാം. സാധാരണയായിട്ട് ടാലി ERP 9 നമ്മൾ ഡേ ബുക്ക് ഓപ്പൺ ചെയ്തിരുന്നത് ഡിസ്പ്ലേ മെനു ഉണ്ടായിരുന്നു. ഡിസ്പ്ലേയിൽ പോയിട്ട് ഡേ ബുക്കാണ് എടുത്തിരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ടാലി പ്രൈമിൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഡേ ബുക്ക് കാണാൻ പറ്റും. ഡേ ബുക്ക് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഡേ ബുക്ക് ഓപ്പണായി വരും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ പോയാലും നമുക്ക് ഇതേ ഡേ ബുക്ക് ഓപ്പൺ ചെയ്യാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഡേ ബുക്ക്. രണ്ട് ഓപ്ഷനും നമ്മൾ സെയിം തന്നെയാണ്, നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. ഏത് ഓപ്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം, ഡേ ബുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ഡയറക്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡേ ബുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ ഡേ ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് കാണാൻ കഴിയണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഡേറ്റിലെ ട്രാൻസാക്ഷനാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് അതിവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡേ ബുക്കാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡേ ബുക്ക് എന്ന് കാണാം. റൈറ്റ് സൈഡിൽ ഏത് ഡേറ്റിലെ ട്രാൻസാക്ഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ജൂൺ 2 ട്രാൻസാക്ഷനാണ് നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് മെയ് 31 ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇവിടെ കാണാം ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഡേറ്റ് F2 ആണ് ഡേറ്റ്. ആ ഡേറ്റിൽ പോയി നമുക്ക് മെയ് 31 ഇപ്പോൾ 31/5. അപ്പോൾ നമുക്ക് 31-ാം തീയതിയിലെ ട്രാൻസാക്ഷൻസ് ഓപ്പണായി എല്ലാ ട്രാൻസാക്ഷനും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ഏപ്രിൽ 1 ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമ്മൾ F2 പോയി ഏപ്രിൽ 1 എന്ന് പറയുന്നത് 1/4. അപ്പോൾ ഏപ്രിൽ 1 ട്രാൻസാക്ഷൻ കാണാം. ഇങ്ങനെ ഏത് ഡേറ്റിലെ ട്രാൻസാക്ഷനാണോ നമുക്ക് ആവശ്യം അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അതിനാണ് നമ്മൾ F2 ചേഞ്ച് ഡേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പീരിയഡിലെയാണ്. അതായത് ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയുള്ള ട്രാൻസാക്ഷൻ വേണം, അല്ലെങ്കിൽ മെയ് 8 മുതൽ ജൂൺ 6 വരെയുള്ള ട്രാൻസാക്ഷൻ വേണം. ഇങ്ങനെ ഒരു പീരിയഡിലെ റിപ്പോർട്ടാണ്, ഡേ ബുക്കാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഡേറ്റിൻ്റെ സൈഡിൽ കാണാം. അവിടെ നമുക്ക് Alt F2 പീരിയഡ് എന്ന് കാണാം. ഒന്നുകിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ Alt F2 കീബോർഡിൽ Alt F2 പ്രസ് ചെയ്താലും മതി. Alt F2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് പീരിയഡ്. അവിടെ നമുക്ക് ഫ്രം ഏത് ഡേറ്റ് മുതൽ ടു ഏത് ഡേറ്റ് വരെയുള്ള റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുള്ളത് 1/4 മുതൽ ഏപ്രിൽ 1 മുതൽ ജൂൺ 2 വരെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ 1 മുതൽ ജൂൺ 2 വരെ ഡേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചാൽ നമ്മളിപ്പോൾ ഈ കമ്പനിയിൽ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കമ്പനിയിൽ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇപ്പോൾ പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റിൽ ചെയ്യണു, റെസിപ്റ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഡേ ബുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട്. അതിന് F12 കോൺഫിഗറേഷൻ. ഡേ ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡേ ബുക്ക് ഓപ്പൺ ചെയ്യുക. ഏത് പീരിയഡാണോ നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണോ ആവശ്യം. സിംഗിൾ ഡേറ്റ് ആണെങ്കിൽ ആ സിംഗിൾ ഡേറ്റ് കൊടുക്കാം. ഏതെങ്കിലും ഒരു പീരിയഡ് ആണെങ്കിൽ ആ ഒരു പീരിയഡ് കൊടുത്തിട്ട് നമ്മൾ ഡേ ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 1 മുതൽ ജൂൺ 2 വരെയുള്ള ട്രാൻസാക്ഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം F12 പ്രസ് ചെയ്യുക. F12 എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ. അതിനകത്ത് എൻ്റർ അടിച്ചിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം, സോർട്ടിംഗ് മെത്തേഡ് എന്നുള്ളത്. ആ സോർട്ടിംഗ് മെത്തേഡിൽ
ഇപ്പോൾ ഡീഫോൾട്ടാണ്, അത് ഇൻ സീക്വൻസ് ഓഫ് എൻട്രി എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ജേണൽ എൻട്രിയുടെ ഓർഡർ അനുസരിച്ചിട്ടുള്ള ഡേ ബുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഓരോ എൻട്രിയും കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും അഥവാ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് പെയ്ഡ് സാലറി നമുക്കറിയാം പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അറിയാതെ അത് റെസിപ്റ്റിൽ ചെയ്തു പോയെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്താലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. റിസീവ്ഡ് കമ്മീഷൻ നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്, അറിയാതെ അത് പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ ജേണലിലോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. അതേപോലെ ഇപ്പോൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്, നമ്മൾ എൻട്രി തിരിച്ചു കൊടുത്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാക്സിമം നമ്മൾ വരാതെ നോക്കണം. ഇനി അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് അത് ആ എൻട്രി ചെയ്തത് ശരിയാണോ നമുക്കൊരു ഡൗട്ട് തോന്നി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെയ്തിട്ടുള്ള എൻട്രി ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ചെക്കിംഗ് ആണ് ഇപ്പോൾ ഡേ ബുക്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് നമുക്ക് ഓരോ എൻട്രി ട്രാൻസാക്ഷൻ എടുക്കുക, ജസ്റ്റ് എൻട്രി അടിച്ചാൽ നമുക്കത് ഓപ്പൺ ആയി വരും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് വൗച്ചർ കറക്റ്റ് അല്ലേ, കറക്റ്റ് വൗച്ചറിൽ തന്നെയല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ജേണൽ എൻട്രി കറക്റ്റ് അല്ലേ, എമൗണ്ട് കറക്റ്റ് അല്ലേ, ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ നമുക്കിത് ചേഞ്ച് ചെയ്യണം, എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് എൻട്രി അടിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വൗച്ചറാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇത് റെസിപ്റ്റിലാണ്, ഇത് പേയ്മെൻറ്റിൽ ചെയ്യേണ്ട ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നെങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, F5 പേയ്മെൻറ്റ് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ എൻട്രി കറക്റ്റായി കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എസ്കേപ്പ് അടിച്ചാൽ മതി, ബാക്കിലേക്ക് തന്നെ പോകാൻ എസ്കേപ്പ് അടിച്ചാൽ മതി. ഇനി അതല്ല ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, സേവ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. അടുത്ത എൻട്രി, ഇങ്ങനെ നമ്മൾ ഓരോ എൻട്രി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഡേ ബുക്കിൽ നമുക്ക് കുറച്ച് ഷോർട്ട് കീസ് പറയുന്നുണ്ട്. നമ്മൾ ഓരോ എൻട്രി കറക്റ്റ് ആയാലും നമുക്ക് വേണമെങ്കിൽ അതിനെ ഇവിടുന്ന് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Ctrl+R. Ctrl+R പ്രസ് ചെയ്താൽ നമുക്ക് എന്താണ്, ഏതാണോ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, കഴ്സർ കൊണ്ടുപോകുന്നതിനനുസരിച്ച് സെലക്ഷൻ മാറിയിട്ടുണ്ടാവും, ഏതാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് Ctrl+R പ്രസ് ചെയ്താൽ അത് അവിടുന്ന് ഹൈഡ് ആവും, റിമൂവ് ആവും. ഓക്കെ, Ctrl+R പ്രസ് ചെയ്യുമ്പോൾ Ctrl+R റിമൂവ് ലൈൻ അത് പ്രസ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് കണ്ടില്ലേ റിമൂവ് ആവണത്. ഇങ്ങനെ നമുക്ക് റിമൂവ് കറക്റ്റ് ആയതിനെ റിമൂവ് ചെയ്തിടാം. ഇത് റിമൂവ് ചെയ്തതുകൊണ്ട് നമുക്കത് ഡിലീറ്റ് ആയി പോകണമെന്നില്ല, വീണ്ടും നമുക്കതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും, റിട്ടേൺ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിനാണ് Ctrl+U റീസ്റ്റോർ ലൈൻ, Ctrl+U റീസ്റ്റോർ ലൈൻ. അപ്പോൾ Ctrl+R എന്ന് പറഞ്ഞാൽ റിമൂവ് ലൈൻ, Ctrl+U റീസ്റ്റോർ ലൈൻ. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് എൻട്രിയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, Alt+D ഡിലീറ്റ്. എസ് ഓർന്ന് ചോദിക്കേണ്ട എസ് എൻട്രി അടിച്ചാൽ നമുക്ക് ഈ എൻട്രി, ഇപ്പോൾ ഏത് എൻട്രിയാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, പിന്നെ നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യണം, ക്വിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് Ctrl+Q കൊടുത്താൽ ക്വിറ്റ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഡേ ബുക്ക് എടുക്കുകയാണ്, Alt+F2 ചേഞ്ച് പീരിയഡ് 1/4 മുതൽ 2/6 വരെ, ജൂൺ 2 വരെ എല്ലാ ട്രാൻസാക്ഷനും ഓപ്പൺ ചെയ്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഗറേഷനിൽ പോയിട്ട് സോർട്ടിംഗ് മെത്തേഡിൽ സീക്വൻസ് ഓഫ് എൻട്രി ഓരോ തവണ ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മൾ F12 പോയിട്ട് സോർട്ടിംഗ് മെത്തേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോർട്ട് കീസ് പറഞ്ഞത് Ctrl+R റിമൂവ് ലൈൻ, Ctrl+U റീസ്റ്റോർ ലൈൻ, Alt+D ഡിലീറ്റ്, Ctrl+Q ക്വിറ്റ് ആണ്. പിന്നെ നമുക്ക് എൻ്റർ ഏതെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എഡിറ്റ് ചെയ്യണമെങ്കിൽ, ആൾട്ടർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എൻ്റർ എന്ന് പറഞ്ഞ കീ. അപ്പോൾ എൻ്റർ എന്ന് പറഞ്ഞാൽ ആൾട്ടർ. ഓക്കെ, ഇനി നമുക്ക് എൻട്രീസ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കഴ്സർ പോണതിനനുസരിച്ചിട്ടാണ്, അതാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയേണ്ടത്.
വേണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ എൻട്രീസ് സെലക്ട് ചെയ്യാൻ പറ്റും. സ്പേസ് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് സ്പേസ്. ഇപ്പം അത് സെലക്ഷനായി. സ്പേസ് കണ്ടില്ലേ? അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെലക്ട്. ഇനി ഇത് അൺസെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് സ്പേസ് അടിച്ചാൽ മതി, ആ സെലക്ഷൻ റിമൂവ് ആയിരിക്കും. അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ഓർ അൺസെലക്ട്. ഇനി നമ്മൾ ഇവിടെ എൻട്രീസ് ചെക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും എൻട്രി ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ നമ്മളൊരു എൻട്രി ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. ഇപ്പോൾ പെയ്ഡ് കമ്മീഷൻ അങ്ങനെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് നമ്മളിതിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എസ്കേപ്പ് അടിച്ചിട്ട് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോയിട്ട് നമുക്ക് എന്താ പറയുക എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഷോർട്ട് കീ ആണ് ഓൾട്ട് എ. ഓൾട്ട് എ പറഞ്ഞാൽ ആഡ് വൗച്ചർ. അപ്പോൾ വൗച്ചറിലേക്ക് ഡയറക്റ്റ് വൗച്ചറിലേക്ക് കയറും. എന്നിട്ട് നമുക്ക് ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റിൽ പോയി, റെസിപ്റ്റ് ആണെങ്കിൽ റെസിപ്റ്റിൽ പോയിട്ട് ഏത് എൻട്രി ആണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ എൻട്രി ആഡ് ചെയ്യാൻ നമ്മൾ ഓൾട്ട് എ ആഡ് വൗച്ചറാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഓൾട്ട് ഐ യൂസ് ചെയ്താൽ ഇൻസേർട്ട് വൗച്ചർ വരും. അതും നമുക്ക് ഇതേ ഫങ്ഷൻ തന്നെയാണ്. ഏതെങ്കിലും എൻട്രി നമുക്ക് മിസ്സിങ് ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് ഐ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ട് എയും ഓൾട്ട് ഐയും ഒരേ ഫങ്ഷനാണ്, അതായത് ഒരേ പർപ്പസാണ് നമുക്ക്. ഓൾട്ട് എ പറഞ്ഞാൽ ആഡ് വൗച്ചർ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്? പുതിയൊരു വൗച്ചർ റെക്കോർഡ് ചെയ്യാൻ. പിന്നെ അതേപോലെ ഓൾട്ട് ഐ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് വൗച്ചർ. അതും നമ്മൾ പുതിയ വൗച്ചർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓൾട്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ. നമുക്കൊരു വൗച്ചറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടർ ആദ്യം ഒരു തവണ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും നമ്മൾ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ എൻട്രി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു എൻട്രിയുടെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി നമുക്ക് വേണമെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക. ഏതിൻ്റെയാണോ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടത് ആ ഒരു എൻട്രി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വൗച്ചർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓൾട്ട് ടു, ഓൾട്ട് പ്ലസ് ടു, ഓൾട്ട് ടു പ്രസ് ചെയ്താൽ ഡയറക്റ്റ് ആ സെലക്ട് ചെയ്തിട്ടുള്ള എൻട്രി ഓപ്പൺ ആയിട്ടൊരു വൗച്ചർ വന്നിട്ടുണ്ടാവും. അതിനകത്ത് ഇപ്പോൾ പുതിയ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ നമുക്ക് 30,000 ആണ്. എമൗണ്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ബാക്കിയുള്ള ക്രെഡിറ്റ് എല്ലാം സെയിം ആണ്. ഇമേജ് കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ്. നരേഷൻ സെയിം ആണ്. സേവ് ചെയ്തു. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ 26,500 26,500 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേപോലെ ഒരു കമ്പ്യൂട്ടർ 30,000 പർച്ചേസ് ചെയ്യുന്നു. വീണ്ടും ഒരു കമ്പ്യൂട്ടറും കൂടെ പർച്ചേസ് ചെയ്തു നമ്മൾ 50,000 50,000. നമ്മൾ എന്ത് ചെയ്തു? ഓൾട്ട് ടു പ്രസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ഓപ്പൺ ആയി. അവിടെ വന്നു 50,000 അല്ലേ പറഞ്ഞത്, 50,000 കൊടുത്തു. ജസ്റ്റ് കൺട്രോൾ അടിച്ചിട്ട് സേവ് ചെയ്തു. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് ടു യൂസ് ചെയ്യണത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വൗച്ചർ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഓൾട്ട് എക്സ് ആണ് ക്യാൻസൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഓൾട്ട് ഡി ആണ് പറഞ്ഞത്. നമുക്ക് ഈ ഒരു എൻട്രി ഇപ്പോൾ 30,000 കമ്പ്യൂട്ടർ വാങ്ങിച്ച ഒരു എൻട്രി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. ഓൾട്ട് ഡി ഡിലീറ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ അത് അവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു എൻട്രി ചെയ്തതായിട്ടേ നമുക്കിവിടെ കാണാൻ പറ്റില്ല. അതേസമയം നമ്മളതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് ഓൾട്ട് എക്സ് എന്ന് പറയേണ്ടത്. ഓൾട്ട് എക്സ് ക്യാൻസലാണ്. എസ് കൊടുത്തു. ഇവിടെ നമുക്കൊരു വൗച്ചർ റിമൂവ് ആയിട്ടുണ്ടാവില്ല. നമ്മുടെ വൗച്ചർ റിമൂവ് ആയിട്ടില്ല, പക്ഷേ ആ വൗച്ചറിനകത്ത് എൻട്രി ഒന്നും ഉണ്ടാവില്ല. ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചറാണ് കാണാൻ കഴിയുക. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ റിയൽ ടൈമിൽ ഒരിക്കലും നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സെയിൽ ബില്ല് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെയിൽ ബില്ല് ഇഷ്യൂ ചെയ്തു, ഒരു 3 എന്ന് പറഞ്ഞിട്ടൊരു സെയിൽ ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 4ഉം 5ഉം എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് 3 ബില്ല് ഇഷ്യൂ ചെയ്ത ആൾ പറയണത് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണ്ട, ക്യാൻസൽ ചെയ്തോളാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യാൻസൽ ചെയ്യുകയാണ് വേണ്ടത്. ക്യാൻസൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ ആണ് ഓൾട്ട് എക്സ് എന്ന് പറയുന്നത്. ഓൾട്ട് എക്സ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ച ഷോർട്ട് കീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡേ ബുക്കിലെ ഷോർട്ട് കീസാണ് പറയുന്നത്. കൺട്രോൾ ആർ റിമൂവ് ലൈൻ, കൺട്രോൾ യു റീസ്റ്റോർ ലൈൻ, ഓൾട്ട് ഡി ഡിലീറ്റ്, കൺട്രോൾ ക്യു ക്വിറ്റ്,
എൻ്റർ ആൾട്ടർ സ്പേസ് സെലക്ട് Alt A add voucher, Alt I insert voucher, Alt 2 duplicate voucher, Alt X cancel voucher. ഈ ഷോർട്ട് കീസ് എല്ലാം നമുക്ക് നമ്മുടെ ടാലിയുടെ വിൻഡോയുടെ ഈ താഴെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ റിപ്പോർട്ട്, ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ലെഡ്ജർ എന്തിനാണ് പ്രിപ്പയർ ചെയ്യണത്? നമ്മൾ ലെഡ്ജറിൻ്റെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ അക്കൗണ്ട് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അക്കൗണ്ടുകളുടെ ബാലൻസ്, ഇപ്പോൾ ക്യാഷ് ബാലൻസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിലെ ബാലൻസ് എത്ര ഉണ്ട്, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ ലെഡ്ജർ ബാലൻസ് അറിയണമെങ്കിൽ, ഇപ്പോൾ നമ്മളോടൊരു കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ ബാലൻസ് എത്ര ഉണ്ട്, ആ ബാലൻസ് ഒന്ന് പറയുമോ, ഞാനത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു സപ്ലയർ നമ്മളോട് പറയാണ് ആ ബാലൻസ് ഒന്ന് ക്ലോസ് ചെയ്യൂട്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ബാലൻസ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഡ്ജർ ഓപ്പൺ ചെയ്ത് നോക്കണം. ലെഡ്ജർ എടുക്കാൻ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേയിൽ പോവുക, അതിനകത്ത് അക്കൗണ്ട് ബുക്സ് ഉണ്ടാവും. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്സിൽ ലെഡ്ജർ ഉണ്ടായിരിക്കും. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്സ് ലെഡ്ജർ. ലെഡ്ജറിൽ പോയി ഏത് ലെഡ്ജറാണ്, നമുക്കിപ്പോൾ കബീറിൻ്റെ ബാലൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ കബീറിനെ സെലക്ട് ചെയ്തു, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളിവിടെ കബീറിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ജൂൺ 1 മുതൽ ജൂൺ 2 വരെയുള്ള ട്രാൻസാക്ഷനാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Alt F2 പീരിയഡ്, ചേഞ്ച് പീരിയഡ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഏപ്രിൽ 1 മുതൽ ജൂൺ 2 വരെ. അപ്പോൾ നമ്മൾ കബീറിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും വന്നിട്ടുണ്ടായിരിക്കും. കബീറിന് നമ്മൾ 37,000 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സെയിൽസ് റിട്ടേൺ 10,000 രൂപ, SBIയിൽ ഒരു 15,000 രൂപ റിസീവ് ചെയ്തിട്ടുമുണ്ട്. ഇനി ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട്? 12,000 രൂപയും കൂടെ കബീറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസ് ആണ് അറിയണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഓപ്പൺ ചെയ്യുക. ക്യാഷ് സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ജൂണിലെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ക്യാഷ് ബാലൻസ്, ക്യാഷ് അക്കൗണ്ട് ജൂണിലെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മൾ Alt F2 പ്രസ് ചെയ്തു. ഏപ്രിൽ 1 മുതൽ, ഏത് ഡേറ്റ് മുതലാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പീരീഡ് മൊത്തം കൊടുക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ ജൂൺ 2 വരെ. ടോട്ടൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ക്യാഷ് വന്നതും ക്രെഡിറ്റ് സൈഡിൽ പോയതുമായിരിക്കും. അപ്പോൾ ടോട്ടൽ 1,22,500 രൂപ നമുക്ക് വന്നിട്ടുണ്ട്. 57,500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ബാലൻസ് ഇപ്പോൾ കയ്യിലുള്ള ക്യാഷ് 65,000 രൂപയായിരിക്കും. ഇങ്ങനെ നമുക്ക് ഏത് അക്കൗണ്ടിൻ്റെ ബാലൻസ് വേണമെങ്കിലും ലെഡ്ജറിൽ വന്നിട്ട് എടുക്കാം. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്സ് ലെഡ്ജർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഇപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ഡേ ബുക്ക് ചെക്ക് ചെയ്തു. ലെഡ്ജറിൽ ബാലൻസ്, ലെഡ്ജർ ആവശ്യമുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് അറിയണമെങ്കിൽ ലെഡ്ജർ ഓപ്പൺ ചെയ്ത് നോക്കി. ഇനി നമ്മളുടെ റിപ്പോർട്ടിൽ വരുന്നതാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഓപ്പൺ ചെയ്യാൻ ഡിസ്പ്ലേയിൽ പോവുക, ട്രയൽ ബാലൻസ്. മാനുവലി ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ നമ്മളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ റിപ്പോർട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ റിപ്പോർട്ട്, ട്രയൽ ബാലൻസ് എന്നുള്ള റിപ്പോർട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്തതാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ട്രയൽ ബാലൻസ് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് വൈസ് ആയിട്ടാണ് കാണിക്കാറ്. ഇപ്പോൾ ക്യാഷിൽ ഇത്ര ബാലൻസ്, ക്യാപിറ്റലിൽ ഇത്ര ബാലൻസ്, പർച്ചേസ്, സെയിൽസ്, ഇങ്ങനെയാണ് കാണിക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പ് വൈസ് ആണ്. അതായത് നമ്മൾ ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് അണ്ടർ കൊടുക്കാറുണ്ടല്ലോ, അതിൻ്റെ ബേസിലാണ് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനെ ലെഡ്ജർ വൈസ് ആയി കാണണമെങ്കിൽ F5 പ്രസ് ചെയ്യുക. F5 എന്ന് പറഞ്ഞാൽ ലെഡ്ജർ വൈസ്, നമ്മളുടെ അക്കൗണ്ടുകളുടെ ഓർഡർ അനുസരിച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡെബിറ്റ് സൈഡിൽ വരുന്നത് അസറ്റ്സും എക്സ്പെൻസും ആയിരിക്കും. ക്രെഡിറ്റ് സൈഡ് ലയബിലിറ്റീസും ഇൻകംസും ക്യാപിറ്റലും ആയിരിക്കും. ഇതൊക്കെ നമ്മൾ മുൻപുള്ള ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 1,99,000 ഡെബിറ്റും ക്രെഡിറ്റും വന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മളുടെ ട്രയൽ ബാലൻസ് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് വരേണ്ടത്. ആ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരുമിച്ചിട്ട് ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ പറ്റുക.
അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. മീര എൻ്റർപ്രൈസസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, പർച്ചേസ്, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ല ഇവിടെ. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ പറ്റും. ക്രെഡിറ്റിൽ സെയിൽസ് ബാലൻസ് ചെയ്തു, വലിയ എമൗണ്ട് രണ്ട് സൈഡിൽ നോക്കി 44,500 രൂപ. ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വന്നു 11,300 രൂപ. അതിന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ആ ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ ബ്രോ ഡൗൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എൻ്റർ ചെയ്തു, അതും ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് നെറ്റ് ലോസ് ആണ് 4,200 രൂപ. ഇതൊന്നും നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല, സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ വേണം. അതായത് ഇതിപ്പോൾ നമുക്ക് പർച്ചേസ്, സെയിൽസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം. ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ഇനി എന്തൊക്കെ എക്സ്പെൻസ് ആണുള്ളത്, ഇൻഡയറക്റ്റ് ഇൻകത്തിൽ എന്തൊക്കെ ഇൻകംസ് ആണുള്ളത്, ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ അതിനുള്ള ഷോർട്ട് കീ ആണ് Alt+F1. Alt+F1 ഡീറ്റെയിൽഡ്. Alt+F1 ഡീറ്റെയിൽഡ്. ഇപ്പോൾ നോക്കൂ, പർച്ചേസ്. ഇപ്പോൾ പർച്ചേസ് ഇവിടെ 33,200 രൂപ ഉണ്ട്. അതെങ്ങനെയാണ്? പർച്ചേസ് 37,000, റിട്ടേൺ 3,800. പർച്ചേസിന് റിട്ടേൺ മൈനസ് ചെയ്തിട്ടാണ് 33,200. അതേപോലെ സെയിൽസ് 54,500, സെയിൽസ് റിട്ടേൺ 10,000. അങ്ങനെ സെയിൽസിൻ്റെ നെറ്റ് എമൗണ്ട് 44,500. അതുപോലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ 20,500 ഉള്ളത്, അത് റെൻറ്റ് 7,500, സാലറി. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Alt+F1 ഡീറ്റെയിൽഡ് വ്യൂ. ഇനി ഒന്നുകൂടെ Alt+F1 അടിച്ച് അതിലുള്ള കണ്ടൻസ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ Alt+F1 എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡും കണ്ടൻസും ഒരേപോലെ തന്നെയാണ്. ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ലോസ് ആണ് വന്നിട്ടുള്ളത്. നെറ്റ് ലോസ് ആണ് 4,200 രൂപ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് റിപ്പോർട്ട് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് എൻ്റർ അടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് വ്യൂ Alt+F1. ഇവിടെ ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അതേപോലെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഉണ്ടാവും, ലോൺ ഉണ്ടെങ്കിൽ ലോൺ ഉണ്ടാവും, കറണ്ട് ലയബിലിറ്റി. പിന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ മൈനസ് ചെയ്തിട്ട് കാണുന്നത്. രണ്ട് സൈഡും ടോട്ടൽ ചെയ്തു 1,31,500 രൂപ നമുക്ക് രണ്ട് സൈഡിലും ടോട്ടലായിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മളുടെ റിപ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വൗച്ചർ എങ്ങനെ എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ റിപ്പോർട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. റിപ്പോർട്ടിൽ മെയിനായിട്ട് വരുന്നത് ഡേ ബുക്ക്, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാൽ കാണാൻ പറ്റും. അതുപോലെ ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മൾ റിപ്പോർട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.